ഭൂമിയിലെത്തിയ പേടകത്തിൽ നിന്ന് യാത്രികർ പുറത്തെത്തുന്നത് കാത്തിരിക്കുകയായിരുന്നു ഈ ലോകം മുഴുവൻ. ഒടുവിൽ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് ഓരോരുത്തരായി അവർ പുറത്തേക്കിറങ്ങി. ദിവസങ്ങൾക്ക് ശേഷം ഇനി ഭൂമിയിലെ ജീവിതം അവർ തിരികെ പിടിക്കും. ഒരു ദൗത്യമാണ്. അടുത്ത ദൗത്യത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട്. നാസയുടെ ഹൂസ്റ്റണിലെ സെന്ററിലേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. അവർ ഇനിയിപ്പോൾ ഭൂമിയിലെ അവരുടെ ദൗത്യം തുടരുകയാണ്. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. അറ്റ്ലാന്റിക് സമുദ്രം ശാന്തമായിരുന്നു. ലോകത്തിലെ മുഴുവൻ കണ്ണുകളും ആ മഹാസമുദ്രത്തിന്റെ ഓളപ്പരപ്പിന് മുകളിൽ. ഇന്ത്യൻ സമയം രാവിലെ 3:27 ആ അതിമനോഹര കാഴ്ച ലോകം കണ്ടു. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം നീലക്കടലിൽ പറന്നിറങ്ങി. നിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 4:22 സുനിത വില്യംസ് പേടകത്തിന് പുറത്തേക്ക്. നിറഞ്ഞ ചിരി, ആത്മവിശ്വാസം. ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ്, പിന്നാലെ അലക്സാണ്ടർ ഗോർബനേവ്, മൂന്നാമതായി സുനിതയുടെ വരവ്, നാലാമൻ ബുച്ച് വിൽമോർ. ശാസ്ത്രലോകത്തിന് കാഴ്ചയുടെ വസന്തമൊരുക്കിയ ലാൻഡിംഗ് ആയിരുന്നു ഡ്രാഗൺ ക്രൂ 9-ന്റേത്. പറന്നിറങ്ങിയ പേടകത്തിന് ചുറ്റും കൂടിയ ഡോൾഫിനുകൾ സന്തോഷത്തിന്റെ ഓളം കൂട്ടി. അങ്ങനെ 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ നാസയുടെ ഇതിഹാസ ബഹിരാകാശ സഞ്ചാരികൾ തിരിച്ചെത്തി. ഇനി സുനിതയും ബുച്ച് വിൽമോറും ബഹിരാകാശവാസത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. റിസർച്ച് ഡെസ്ക് 24.